എല്ലാവർക്കും നമസ്കാരം. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സയന്റിഫിക് അല്ലെങ്കിൽ ടെക്നിക്കൽ പൊസിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് കാര്യമായിട്ട് നമുക്കുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പൊ അതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കാണാം. ഇനി ലബോറട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ 24 വേക്കൻസി ടോട്ടൽ വേക്കൻസി ഉണ്ട്. അതിലും കാണാം SCക്ക് STക്ക് ജനറൽ വേക്കൻസി കാര്യങ്ങളൊക്കെ കാണാം. 23/2 മുതൽ മാർച്ച് 23 വരെ അപ്ലൈ ചെയ്യാം. ഇവിടെ PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ BA or BTech ഒക്കെ ആണ് യോഗ്യത. പക്ഷെ PhD ആണെങ്കിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. BA or BTech ആണെങ്കിൽ 12 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡയറക്ടർ ഫോറൻസിക് സൈക്കോളജി ആണ് ഇതിലേക്കും. ഇതുപോലെ തന്നെ PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ്. അസിസ്റ്റന്റ് ഡയറക്ടർ NDPS ഇതിലേക്ക് നിങ്ങൾക്ക് PhD ആണ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി. PhD ഉള്ളവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് മതി. സയന്റിഫിക് ഓഫീസർ ആണെങ്കിലും PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ BA or BTech വേണം. ഓക്കെ, അടുത്തത് നിങ്ങളുടെ സീനിയർ സയന്റിഫിക് ഓഫീസർ ആണ്. ഇതിലേക്ക് PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ്. അടുത്തത് ജൂനിയർ സയന്റിഫിക് ഓഫീസർ ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇനി അടുത്തത് ജൂനിയർ സയന്റിഫിക് ഓഫീസർ ആണ്. ഇതിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത്. ഏതൊക്കെ സബ്ജക്റ്റോടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. മിനിമം 18, മാക്സിമം 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും താഴെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ ഉള്ള ഗ്രാജുവേഷൻ ആണ്. 23 മാർച്ച് 2026 വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യുക. താങ്ക് യു.